നമസ്കാരം. ധനുസ് സ്പേസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 20 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ബയോളജിയുടെ ഭാഗത്തു നിന്നുള്ളത്. പ്രധാനമായും രക്തപരിണ വ്യവസ്ഥയെക്കുറിച്ചുള്ളതായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യ ശരീരം അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ രക്തത്തിനെക്കുറിച്ചുള്ള പൊതുവേ ചില ഫാക്ട്സുകൾ മാത്രം ഉണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS എക്സാം, LDC എക്സാം, VFA ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന എല്ലാവർക്കും തന്നെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഓക്സിജൻ ഇല്ലാതെ രക്തം ഒഴുകുന്ന ധമനിയാണ് ഏത്? ഓക്സിജൻ ഇല്ലാതെ രക്തം ഒഴുകുന്ന ധമനിയാണ് ഓപ്ഷൻ എ വൃക്കാധമനി, ബി മഹാധമനി, സി ശ്വാസകോശ ധമനി, ഡി ഇവയൊന്നുമല്ല. ഓക്സിജൻ ഇല്ലാതെ രക്തം ഒഴുകുന്ന ധമനിയാണ് ആൻസർ ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനി. കോശങ്ങളെയും രക്തത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ഡാഷ്. കോശങ്ങളെയും രക്തത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ഓപ്ഷൻ എ ലോമിക, ഓപ്ഷൻ ബി ധമനി, ഓപ്ഷൻ സി ലിംഫ്, ഓപ്ഷൻ ഡി സിര. രക്തത്തെയും കോശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി ഏതാണ്? ആൻസർ ലോമികയാണ്. ആൻസർ ലോമിക. കോശങ്ങളെയും രക്തത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ലോമിക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ പെരികാർഡിയം, ഓപ്ഷൻ ബി പ്ലൂറ, ഓപ്ഷൻ സി മൈലിൻ ഷീത്ത്, ഓപ്ഷൻ ഡി മെനിഞ്ചസ്. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. ആൻസർ പെരികാർഡിയം. ആൻസർ പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 4. ഓപ്ഷൻ ബി 4. ഓപ്ഷൻ ബി 4. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? ഓപ്ഷൻ എ മഹാധമനി, ഓപ്ഷൻ ബി ശ്വാസകോശ കൊറോണറി ധമനി, ഓപ്ഷൻ സി ശ്വാസകോശ ധമനി, ഓപ്ഷൻ ഡി ശ്വാസകോശ സിരയാണ് എഴുതാൻ ഉദ്ദേശിച്ചത്, ധമനിയായിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഒന്നുകൂടി, മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? ആൻസർ മഹാധമനി. മഹാധമനി. മറ്റൊരു പേര് അയോർട്ട. ഇറൊന്നും വരുന്നില്ല കേട്ടോ, തെളിയുന്നില്ല അവിടെ. അയോർട്ട കേട്ടോ, ബാക്കിയാണ് അയോർട്ട. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവണ്ടേ? നെക്സ്റ്റ് വൺ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഓപ്ഷൻ എ ഗ്ലോബുലിൻ, ഓപ്ഷൻ ബി ആൽബുമിൻ, ഓപ്ഷൻ സി ഫൈബ്രിനോജൻ, ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റ്സ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ആൻസർ ഫൈബ്രിനോജൻ. 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 ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? ഓപ്ഷൻ എ സിര, ഓപ്ഷൻ ബി ലോമികകൾ, ഓപ്ഷൻ സി ധമനി, ഓപ്ഷൻ ഡി പേശികൾ. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ധമനി. ഓപ്ഷൻ സി ധമനി. ധമനി. അടുത്തത്, ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ബി ബേസോഫിൽ, സി മോണോസൈറ്റ്, ഡി ലിംഫോസൈറ്റ്. ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ആണ് ബേസോഫിൽ. 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 ബേസോഫിൽ.
അടുത്തത് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ആര് തന്നെയാണ്? ഏറ്റവും വലിയ ധമനി. ആൻസർ ഓപ്ഷൻ എ മഹാധമനി. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിൽ ആൻറ്റിജൻ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി അരുണ രക്താണുക്കളുടെ പ്രതലത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ആൻറ്റിജനും ഇല്ലാത്ത രക്തം ഏതാണ്? എ ഗ്രൂപ്പ്, ഓപ്ഷൻ ബി എ ബി ഗ്രൂപ്പ്, ഓപ്ഷൻ സി ബി ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി ഒ ഗ്രൂപ്പ്. ഒരു ആൻറ്റിജനും ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആൻസർ ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിലാണ് ഒരു ആൻറ്റിജനും ഇല്ലാത്ത രക്തം. മണ്ണിരയിലെ ശ്വസന അവയവം ഏതാണ്? ഓപ്ഷൻ എ നെഫ്രീഡിയ, ഓപ്ഷൻ ബി ബുക്ക് ലങ്സ്, ഓപ്ഷൻ സി ത്വക്ക്, ഓപ്ഷൻ ഡി ട്രക്കിയ. മണ്ണിരയിലെ ശ്വസന അവയവം ഏതാണ്? ആൻസർ ത്വക്കാണ്. ഓപ്ഷൻ സി ത്വക്കാണ്. നെക്സ്റ്റ് വൺ, ശ്വാസപഥത്തിലേക്ക് ആഹാരം കടക്കാതെ സംരക്ഷിക്കുന്നത് ആരാണ്? ശ്വാസത്തിൻ്റെ വഴിയിലേക്ക് ആഹാരം കടക്കാതെ സംരക്ഷിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗ്രസിനി, ഓപ്ഷൻ ബി ക്ലോമം, ഓപ്ഷൻ സി ക്ലോമപിധാനം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ശ്വാസപഥത്തിലേക്ക് ആഹാരം കടക്കാതെ സംരക്ഷിക്കുന്നത് ആരാണ്? ക്ലോമപിധാനം. നെക്സ്റ്റ് വൺ, നിറമില്ലാത്ത ദ്രാവക സംയോജക കല ഏതാണ്? ഓപ്ഷൻ എ രക്തം, ഓപ്ഷൻ ബി ലിംഫ, ഓപ്ഷൻ സി പ്ലീഹ, ഓപ്ഷൻ ഡി ഹൃദയം. നിറമില്ലാത്ത ദ്രാവക സംയോജക കല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ലിംഫാണ്. നിറമില്ലാത്ത ദ്രാവക സംയോജക കല. നെക്സ്റ്റ് വൺ, ടെറ്റനസ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ക്ലോസ്ട്രീഡിയം ടെറ്റനി. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ജീവകം സി ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ജീവകം കെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കൊതുകുജന്യം അല്ലാത്തത് ഏതാണ്? മലമ്പനി, മന്ത്, ഡെങ്കിപ്പനി, ടൈഫോയിഡ്. കൊതുകുജന്യം അല്ലാത്തത് ഏതാണ്? ടൈഫോയിഡ് ആണ്. ആൻസർ ടൈഫോയിഡ്. മലമ്പനി, മന്ത്, ഡെങ്കിപ്പനി കൊതുകുജന്യം ആണ്, അല്ലാത്തത് ടൈഫോയിഡ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വാസോപ്രസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹീമോഫീലിയ. അടുത്തത് രക്തത്തെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നോക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഓരോ ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻസ് ഞാൻ പറയാവുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്?
സിമ്പിൾ ചോദ്യങ്ങളാണ് അല്ലേ, LGS ലെവലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 3 to 8 മിനിറ്റാണ് രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു ഏതാണ്? ധാതു ഏതാണ്? കാൽസ്യമാണ്. കാൽസ്യം ഇല്ലെങ്കിൽ രക്തം കട്ടപിടിക്കുന്നത് അസാധ്യമാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ മാംസ്യം ഏതാണ്? മാംസ്യം പ്രോട്ടീൻ ആവശ്യമായ ഏതാണ്? ഫൈബ്രിനോജൻ. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് എന്ന രീതിയിൽ മാത്രമേ രക്തത്തിൽ കൂടി പഞ്ചസാരകൾ കടന്നു പോവുകയുള്ളൂ. അതായത് ഏറ്റവും ചെറിയ ഘടനകൾ അല്ല, നമ്മൾ കഴിക്കുന്ന ചോറ് അല്ല അന്നജമൊക്കെ ദഹിച്ച് ഗ്ലൂക്കോസിൻ്റെ പരുവത്തിലാകുന്നു. അപ്പോഴാണ് ചെറുകുടലിൽ വെച്ചിട്ട് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക. അപ്പോൾ അത് ഗ്ലൂക്കോസാണ്, ആ ഏറ്റവും ചെറിയ കണിക. ആ ഗ്ലൂക്കോസിൻ്റെ ഘടനയിൽ കൂടെ മാത്രമേ അതെങ്ങനെ കടന്നു പോകുള്ളൂ. അത് തന്നെ ഓർത്താൽ മതി. പഞ്ചസാര പറയുമ്പോൾ എപ്പോഴും ഗ്ലൂക്കോസ് ആയിരിക്കും. ഇനി അടുത്തത്, മനുഷ്യശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഹീമോഗ്ലോബിൻ. ആൻസർ അനീമിയാണ്. പ്ലാസ്മയുടെ നിറം പ്ലാസ്മയുടെ കാണുക. പ്ലാസ്മ എന്ന് പറയുമ്പോൾ രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണെന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മയ്ക്ക് എന്ത് നിറമാണുള്ളത്? ഇളം മഞ്ഞ നിറം. പ്ലാസ്മ പ്രോട്ടീനുകൾ ആരെല്ലാം? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൂടെ നോക്കാവുന്നതായിരിക്കും അല്ലേ? ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഓക്സിജൻ ഇല്ലാതെ രക്തം ഒഴുകുന്ന ധമനി ഏതായിരുന്നു? നമ്മുടെ ആൻസർ എന്തായിരുന്നു? ശ്വാസകോശ ധമനിയാണ് ഓക്സിജൻ ഇല്ലാതെ രക്തം ഒഴുകുന്ന ധമനി. ശ്വാസകോശ ധമനിയാണ് ഓക്സിജൻ ഇല്ലാതെ രക്തം ഒഴുകുന്നത്. എന്ന് വെച്ചാൽ ഓക്സിജൻ അവിടെ ഇല്ല അല്ലേ? അതായത് അശുദ്ധ രക്തവാഹിയായ ഒരു ധമനിയാണെന്ത്? അശുദ്ധ രക്തം വഹിക്കുന്ന ധമനിയാണെന്ത്? ഈ ശ്വാസകോശ ധമനി. ഓക്സിജൻ ഇല്ല അവിടെ, അപ്പോൾ അത് അശുദ്ധ രക്തമാണ്. അതായത് നമ്മുടെ വലത് വെൻട്രിക്കിൾ, ഹൃദയത്തിൻ്റെ 4 അറകളുള്ളതിൽ വെളുത്ത അറകളൊക്കെ ഓറിക്കിൾസാണ്, താഴെ വെൻട്രിക്കിൾസുമാണ്. ഇവിടെ വലത് വെൻട്രിക്കിൾ നിന്നും അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആര്? ശ്വാസകോശ ധമനി. ഒന്നുകൂടി, വലത് വെൻട്രിക്കിൾ നിന്നും എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ശ്വാസകോശത്തിലേക്ക് വേണം അല്ലേ? ശ്വാസകോശത്തിൽ പോയെങ്കിലേ ഓക്സിജൻ എടുത്തുകൊണ്ട് വരാൻ പറ്റൂ. അപ്പോൾ വലത് വെൻട്രിക്കിൾ നിന്നും അശുദ്ധ രക്തം എന്തെടുക്കുന്നു? അവിടെ നിന്ന് എടുത്തിട്ട് അല്ലേ താഴ്ന്നു കൊണ്ടുപോവാണ്. വലത് വെൻട്രിക്കിൾ നിന്നും അശുദ്ധ രക്തം എടുത്ത് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുക. വലത് വെൻട്രിക്കിളിൽ നിന്നും അശുദ്ധ രക്തം എടുത്ത് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണേത്? ശ്വാസകോശ ധമനി, പൾമണറി ആർട്ടറി. ശ്വാസകോശത്തിലേക്ക് വരുന്നുണ്ടല്ലേ, അതാണ് ധമനി, ശ്വാസകോശ ധമനി. ഒന്നുകൂടി, വലത് വെൻട്രിക്കിളിൽ നിന്നും അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന ധമനിയാണേത്? ശ്വാസകോശ ധമനി. ഓക്കെ, അപ്പോൾ അശുദ്ധ രക്തവാഹിയായ ഒരു ധമനി ഏത് മാത്രമേ ഉള്ളൂ? ശ്വാസകോശ ധമനിയാണ്. ഓക്കെ, അത് ഓക്സിജൻ ഇല്ലാതെ ഒഴുകുന്ന രക്തം ശ്വാസകോശ ധമനി മാത്രമാണ് അങ്ങനെ കൊണ്ടുപോവുക. ഓക്കെ അല്ലേ? അടുത്തത്, കോശങ്ങളെയും രക്തത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി ഏതാണ്? ആൻസർ എന്തായിരുന്നു? ലോമികയാണ്. കോശങ്ങളെ രക്തത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ലോമിക. കോശം ഇതിൽ ബ്ലഡ് ഇങ്ങനെ വരുമ്പോൾ ഒരു കോശത്തിൻ്റെ പുറത്തേക്ക്, ഒരു അവയവത്തിൻ്റെ പുറത്തേക്ക് ബ്ലഡ് കൊള്ളിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ ചെറിയ ശാഖകളായി പിരിയുന്നു അല്ലേ? അത് ചെറിയ ശാഖകളായി പിരിയുന്നു എപ്പോഴും. ആ ശാഖകളാണ് ഈ കോശത്തിൻ്റെ മുകളിലേക്ക് വ്യാപിച്ച് കിടക്കുക ചെയ്യുക. ചെറിയ ശാഖകളായിട്ട് പിരിയും. ആ ശാഖകളാണെന്ത്? ലോമിക അല്ലേ? അപ്പോൾ ഈ കോശത്തിലേക്ക് രക്തം എത്തിച്ചേരണമെങ്കിൽ ആരായിട്ട് വേണം? ലോമികകളായിട്ട് മാറണം. ഓക്കെ, അപ്പോൾ ലോമിക എന്താണ്? ഈ ധമനി എന്നൊക്കെ പറയില്ലേ, ധമനി അല്ലേ? ധമനികൾ ശുദ്ധരക്തം വഹിച്ചുകൊണ്ട് പോകുന്ന കുഴലാണെന്ത്? ധമനി. അതായത് ഹൃദയത്തിൽ നിന്നും രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണെന്ത്? ധമനികൾ എന്ന് പറയുന്നത്. ഒറ്റ രീതി എന്ത് പറയാമെന്നുണ്ട്? ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണെന്ത്? ധമനികൾ അല്ലേ? അപ്പോൾ അശുദ്ധരക്തം വഹിക്കുന്ന ആരാണ്? സിരകളാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഈ ധമനികളിൽ നിന്നല്ലേ, ധമനികളും കുഴലാണ് അല്ലേ, സിരയുമുണ്ട്. ഇവിടെ ധമനി എന്ന് പറയുമ്പോൾ അവിടെ ശുദ്ധരക്തം കൊണ്ടുപോകും, സിര എന്ന് പറയുമ്പോൾ അശുദ്ധരക്തം കൊണ്ടുവരുന്നതല്ലേ. അങ്ങനെ പറയുമ്പോൾ ഈ 2 കുഴൽ എന്ത് വേണം? കോശങ്ങൾ പ്രവേശിക്കണമെങ്കിൽ ഇത് 2 ചെറിയ ഇതുപോലെ ചെറിയ ശാഖകളായിട്ട് മാറണം.
അപ്പോൾ അങ്ങനെ ഈ സിരയായാലും ധമനിയായാലും എന്താണ് ചെറിയ ചെറിയ നേർത്ത കുഴലുകളായിട്ട് മാറും. ഈ കുഴലുകളാണ് എന്ത് ലോമികകൾ എന്ന് പറയുന്നത്. അപ്പോൾ സിരയുടെയും ധമനിയുടെയും ഒക്കെ ധമനികളുടെയും ഒക്കെ ചെറിയ ചെറിയ നേർത്ത കുഴലുകളാണ് ആര് ഈ ലോമിക. അവയ്ക്ക് മാത്രമേ ഈ തമ്മിൽ കോശങ്ങളെയും രക്തങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലേ. വലിയ കുഴൽ കയറി ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കയറുന്നില്ല, അകത്തോട്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ അല്ലേ അവർ ആഗിരണം ചെയ്യപ്പെടുക ചെയ്യും ഇവിടെ. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കണമെങ്കിൽ അല്ലേ കയർത്ത് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ വാതകവിനിമയം നടക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ലോമികകൾ തന്നെ വേണം അല്ലേ. ലോമികകൾ തന്നെ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ലോമിക കണ്ടുപിടിച്ചാരാണ്? മാർസെല്ലോ മാൽപീജി ആണ് ലോമിക കണ്ടുപിടിച്ചത്. മാർസെല്ലോ മാൽപീജി ആണ് ലോമികകൾ കണ്ടുപിടിച്ചത്. ഓക്കെ. ഹൃദയത്തെ പൊരിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം അല്ല, എപ്പോഴും PSC ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഹൃദയത്തെ പൊരിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയമാണ്. ഹൃദയത്തെ പൊരിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം എന്നാണ് പറയുക. പെരികാർഡിയം അല്ലേ. പെരികാർഡിയം ശരിക്കും എന്താണ്? പെരികാർഡിയം എന്താണ്? എൻ്റെ അകത്തൊരു അല്ലേ അത് ഇരട്ട സ്ഥലമാണ്. ഇരട്ട സ്ഥലമാണ് ആര്? ഇരട്ട സ്ഥലമാണ് ആര്? പെരികാർഡിയം. ഇരട്ട ഇവിടെയുണ്ട്. ഇരട്ട സ്ഥലമാണെന്ത്? പെരികാർഡിയം. അപ്പോൾ അതിനിടയ്ക്ക് ആരുണ്ട്? ഒരു പെരികാർഡിയൽ ദ്രവം ഉണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. അത് ഇരട്ട സ്ഥലമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ആരുണ്ട്? പെരികാർഡിയൽ ദ്രവം കിടപ്പുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ധർമ്മം എന്താണ്? ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ ഹൃദയത്തെ സംരക്ഷിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഇടയ്ക്ക് ഹൃദയം ഇങ്ങനെ വികസിക്കുമ്പോഴൊക്കെ കർഷണം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരസൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ആരാണ്? പെരികാർഡിയമാണ്. ഓക്കെ. ഹൃദയത്തിൻ്റെ അറകൾ അറിയാമല്ലോ. ഏതൊക്കെ അറകൾ? 2 അല്ലെ. മുകൾ ഭാഗത്ത് 2 ഓറിക്കിൾസ് ഉണ്ട്, താഴെ 2 വെൻട്രിക്കിൾസ് ഉണ്ട് അല്ലേ. മുകളിലത്തെ അറകൾ ഓറിക്കിൾ എന്ന് പറയും, താഴത്തത് വെൻട്രിക്കിൾ. അത്രയെങ്കിലും ഹൃദയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അറകൾ അറിയണം. ഓക്കെ. അപ്പോൾ ഇനിയും ഈ പ്ലൂറ ആരാണ്? പ്ലൂറ എന്ന് പറയുമ്പോൾ അത് ആരെയാണ്? ശ്വാസകോശത്തിൻ്റെ അറയാണ് അല്ലേ. ശ്വാസകോശത്തിൻ്റെ ആവരണമാണ്. ശ്വാസകോശത്തിൻ്റെ ആവരണമാണ് ആര്? ഈ പ്ലൂറാസ്ഥലം. ശ്വാസകോശത്തിൻ്റെ ആവരണമാണിത് പ്ലൂറാസ്ഥലം അല്ലേ. മൈലൻ ഷീത്ത് ആരുടെയാണ്? നമ്മുടെ ന്യൂറോൺസിലെ ന്യൂറോൺസ് നാഡീകോശം. ആ ന്യൂറോൺസ് നാഡീകോശം അപ്പോൾ ആക്സോണിൻ്റെ നാഡീകോശത്തിൻ്റെ ഒരു ഭാഗമാണ് ആക്സോൺ എന്ന് പറയുക. ആക്സോണിൻ്റെ ഭാഗത്തിൽ ആക്സോൺ ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ഭാഗത്ത് കാണുന്ന ഇങ്ങനെ കാണുന്ന സാധനമാണെന്ത്? ഈ മൈലൻ ഷീത്ത്. അത് ഈ ആക്സോണിൽ കൂടി പോകുന്ന അവയവങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. അതാണ് മൈലൻ ഷീത്തിൻ്റെ ധർമ്മം അല്ലേ. അതും അപ്പോൾ ഒരു ഷീത്താണ്, ഒരു എന്താ അതിൻ്റെ പുറത്തുള്ളൊരു ഷീത്ത്, കവറിങ് ആണ് അല്ലേ, കവറിങ് ഷീത്ത്. ഇനി മെനിഞ്ചസ് ആരാണ്? മെനിഞ്ചസ് എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ആവരണം അല്ലേ, അതാണ് മെനിഞ്ചസ്. അതും ഇരട്ട സ്ഥലമാണ്. മെനിഞ്ചസ് എന്ന് പറയുന്നത് മസ്തിഷ്കം, തലച്ചോറിൻ്റെ ആവരണമാണ്. അതും ഇരട്ട സ്ഥലമാണ്. ഇടയ്ക്കൊരു ദ്രാവകം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. മെനിഞ്ചസ് ദ്രാവകം എന്നും പറയാം, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് അല്ലേ? 4 അറകളുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞു 4 അറകളില്ലേ. 2 മുകളിലത്തെ ഓറിക്കിൾസാണ്, താഴത്തെ വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അറകളാണ് മനുഷ്യ ഹൃദയത്തിന് ഉള്ളത് അല്ലേ. 4 അറകളുണ്ട്. അപ്പോൾ 3 അറകളിൽ ആർക്കാണ്? 3 അറകളിൽ ആർക്കാണ്? 3 അറകൾ. സ്വാഭാവികമായിട്ടും 4 എന്ന് പറയുമ്പോൾ 2 ഓറിക്കിൾ 2 വെൻട്രിക്കിൾ 4 കഴിഞ്ഞു അല്ലേ. അപ്പോൾ 3 ഉള്ള ആരൊക്കെയാണ്? ഉഭയജീവികളാണ്. ഉഭയജീവികൾക്കാണ് ഉഭയജീവി ആംഫീബിയൻസ്, കരയിലും വെള്ളത്തിലും കഴിയുന്നവ. ഉഭയജീവികൾക്കാണ് ഉഭയജീവികൾക്കാണ് 3 അറകൾ ഉള്ളത്. ഹൃദയത്തിന് 3 അറകൾ ഉള്ളത് ഉഭയജീവികൾക്കാണുള്ളത് അല്ലേ. 2 അറയുള്ളത് ആർക്കാണ്? 2 അറയുള്ള ആർക്കാണ്? 2 അറയുള്ളത് ആർക്കാണ്? 2 അറ 2 മത്സ്യങ്ങൾക്കാണ്. ക്ലാസ് പീസസ് മത്സ്യങ്ങൾക്കാണ് 2 അറയുള്ള കാണപ്പെടുന്നത്. മത്സ്യങ്ങൾക്കാണ് 2 അറ അല്ലേ. 4 മറ്റൊരു ഗ്രൂപ്പുണ്ട്. 4 മറ്റൊരു ഗ്രൂപ്പ് ആരുണ്ട്? പക്ഷികളില്ല. പക്ഷികൾക്ക് 4 തന്നെയാണ്. പക്ഷികൾക്കും 4 തന്നെയാണ്. പക്ഷികൾക്കും 4 തന്നെയാണ്. ഓക്കെ. മനുഷ്യനും പക്ഷിക്കും സസ്തനികൾക്കൊക്കെ 4ആണ്. മനുഷ്യനും പക്ഷിയും സസ്തനിക്കും 4 തന്നെയാണ്. ഉരകങ്ങൾ വരുമ്പോഴെന്താണ്? താഴെ വരുമ്പോൾ വെള്ളത്തിലും കരയിലും കാണുന്നവരാണ് ഉഭയജീവികൾ അല്ലേ. ഉഭയജീവിക്കാണ് കാണുന്നത്. ഉരകങ്ങൾക്കും ഈ നമ്മുടെ കലോട്ടിസ് എഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ അരണ പോലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ എന്താണ് പറയുക? 3 ഉള്ളൂ. മത്സ്യമാകുമ്പോൾ 2. ഓക്കെ. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അല്ലേ. വലിയ രക്തക്കുഴൽ നമ്മൾ ഓടിക്കാത്ത വലിയ രക്തക്കുഴൽ ഏതാണത്? ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. മറ്റൊരു പേരെന്തായിരുന്നു? അയോർട്ട. നമ്മൾ എഴുതിയല്ല, അയോർട്ട എന്നാണ് മറ്റൊരു പേര്, അയോർട്ട അല്ലേ. ഏറ്റവും വലിയ സിര ഏതാണ്? ഏറ്റവും വലിയ സിര അധോമഹാസിരയാണ്. ഏറ്റവും വലിയ സിര അധോമഹാസിരയാണ്. ഏറ്റവും വലിയ സിര അധോമഹാസിര അല്ലേ.
ഈ കൊറോണറി ധമനി എന്ന് പറഞ്ഞാൽ ആരാണ്? കൊറോണറി ധമനി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? കൊറോണറി അല്ലേ, ക്രോണിക് കൊറോണറി എന്ന് പറയുമ്പോൾ ആരായിരിക്കണം കൊറോണറി ധമനി? നമ്മുടെ ഹൃദയഭിത്തിക്ക് ചോദിക്കാം, ഹൃദയഭിത്തിക്ക് കേട്ടോ, ഹൃദയഭിത്തിക്ക് രക്തം കൊടുക്കുന്നതാണ് എന്ത്? കൊറോണറി ധമനി. ഹൃദയഭിത്തിക്ക് രക്തം കൊടുക്കുന്നതാണ് കൊറോണറി ധമനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഹാധമനി എവിടുന്നാണ് വരിക? കുറച്ച് നേരം കൊണ്ട് മഹാധമനി പറയുന്നില്ലേ, എവിടുന്നാണ് വരിക? അത് അല്ലേ, നമ്മൾ ഹൃദയം വരച്ചു, മേൽഭാഗം ഓറിക്കിൾസ്, താഴ്ഭാഗം വെൻട്രിക്കിൾസ് അല്ലേ. ഇവിടുത്തെ ഇടത് വെൻട്രിക്കിളിൽ നിന്നും, ഓക്കെ, വലത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇനിയും പറയില്ല കേട്ടോ, ഓർമ്മ വെച്ചോണം. ഇടത് വെൻട്രിക്കിളിൽ നിന്നും ശുദ്ധരക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ടെത്തിക്കുന്നതാണ് എന്ത്? മഹാധമനി. അതുകൊണ്ടാണ് വലുതായിരിക്കുന്നത്. ഇടത് വെൻട്രിക്കിളിൽ നിന്നും ശുദ്ധരക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആര്? മഹാധമനി. അതുകൊണ്ട് വലുതായിരിക്കുന്നു. എല്ലാവർക്കും കൊടുക്കണ്ടേ? വലുതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇടത് വെൻട്രിക്കിളിൽ നിന്നും ശുദ്ധരക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്നതാണ് എന്ത്? മഹാധമനി എന്ന് പറഞ്ഞാൽ. കിട്ടിയില്ലേ? ഓക്കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതൊക്കെയാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് അല്ലേ? ഇവിടുത്തെ രക്തം കട്ട പിടിക്കുന്ന ആരാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആരാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജനാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജനാണ്. നമ്മൾ ഇവിടുത്തെ ആൻസർ ഫൈബ്രിനോജനാണ്. ഓക്കെ, ഫൈബ്രിനോജനാണ് അല്ലേ. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? 3 പേരുണ്ട് അല്ലേ. ആരൊക്കെയാണ്? ഒന്ന് ഇവിടെ ഉണ്ട് ഒരു പേര് കേട്ടോ, ഫൈബ്രിനോജനുണ്ട്, ആൽബുമിനുണ്ട്, ഗ്ലോബുലിൻ. ഇവർ 3 ആരാണ്? പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസാണ്. പ്ലാസ്മയിലെ പ്രോട്ടീൻ. ഈ പ്ലാസ്മയെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണെന്ത്? പ്ലാസ്മ. ഇവിടെയാണ് ശരിക്കും ആളുടെ രക്തത്തിൽ ആൻറ്റിബോഡികൾ കാണപ്പെടുക. ഈ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ചെറിയ പുള്ളിയല്ല അല്ലേ, പ്ലാസ്മ. നമ്മുടെ രക്തത്തിൽ കട്ടിയായിരുന്ന ഒഴുകുമോ? ഇല്ല, പ്ലാസ്മ ഉണ്ടെങ്കിലേ ഒഴുകത്തുള്ളൂ. അതിൽ വെള്ളം ഒത്തിരിയുള്ള എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം വെള്ളം? പ്ലാസ്മയ്ക്കകത്ത് 92% വെള്ളമാണ് അല്ലേ. പ്ലാസ്മയുടെ അളവ് എത്ര ആയിരിക്കണം? 55 അല്ലേ. ബ്ലഡിൽ 55% ആരുണ്ട്? പ്ലാസ്മയുണ്ട്. മനസ്സിലായോ? ഇതിനകത്ത് ആരുണ്ട്? നമ്മുടെ രക്തത്തിലെ ആൻറ്റിബോഡീസൊക്കെ വസിക്കുന്ന എവിടെയാണ്? പ്ലാസ്മയിലാണ്. ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നവരാണ് ആൻറ്റിബോഡികൾ. ആൻറ്റിബോഡികൾ വസിക്കുന്ന എവിടെയാണ്? ഈ പ്ലാസ്മയിലാണ്. ഓക്കെ, പ്ലാസ്മയിലാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്മയ്ക്കകത്തൂടെ എല്ലാം കടന്നു പോകുമെന്ന് പറയും അല്ലേ. അങ്ങനെ പോകുമ്പോൾ അതിൽ ആരുള്ളത് കൊണ്ടാണ് പോവുക? ജലം ഉള്ളത് കൊണ്ടാണ് പോവുക. ഏറ്റവും കൂടുതൽ ജലം അല്ലേ, 92% എന്താണ്? ജലമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിൽ കൂടെ സാധനങ്ങൾ ഇങ്ങനെ സംവഹിച്ചു കൊണ്ട് പോകാൻ സാധിക്കുക. പറഞ്ഞ എന്താണ്? പ്ലാസ്മ അല്ലേ. പ്ലാസ്മയിലെ പ്രോട്ടീൻസാണ് ഇവർ 3 പേരും അല്ലേ. പ്ലാസ്മയിൽ എന്തുണ്ട്? രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറഞ്ഞു. 55% പ്ലാസ്മ അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്തിന് ഓരോരുത്തരുടെ ധർമ്മം എന്താണ്? ഗ്ലോബുലിൻ എന്താണ് ചെയ്യുക അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ വസിക്കുന്നു, അത് പഠിക്കുക. ആൻറ്റിബോഡികളുണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ആൻറ്റിബോഡി എവിടെ കാണപ്പെടുക? പ്ലാസ്മയിലേ കാണപ്പെടത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ആൻറ്റിബോഡി നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആരാണ്? ഈ ഗ്ലോബുലിനാണ്. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആരാണ്? ഗ്ലോബുലിനാണ്. രക്തത്തിൽ ആരുണ്ട്? പ്ലാസ്മയുണ്ട്. പ്ലാസ്മയിൽ ആരുണ്ട്? ആൻറ്റിബോഡീസ് ഉണ്ട്. അത്രയും കണക്ഷൻ വന്ന് ഇവിടെ കിട്ടും. ഏത് കിട്ടും? ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആരാണ്? ഗ്ലോബുലിനാണ് അല്ലേ. ഇനി ആൽബുമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ശരിക്കും പറഞ്ഞാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും. ആര്? ഈ ആൽബുമിൻ. രക്തസമ്മർദ്ദം BP എന്നങ്ങ് പറയാം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആര്? ആൽബുമിൻ കേട്ടോ. ആണോ? ആൽബുമിൻ. ഓക്കെ. ഇനി ഫൈബ്രിനോജൻ പറഞ്ഞ് നമുക്ക് എന്തറിയാം? ഫൈബ്രിനോജൻ ആരാണ്? ഫൈബ്രിനോജൻ എന്ന് പറയുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഓക്കെ. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ആരൊക്കെയാണ്? ശുദ്ധരക്തം. ആൻസർ എന്താണ്? ധമനികളാണ് ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ. ശുദ്ധരക്തം വഹിക്കുന്നത് ധമനിയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ. ശുദ്ധരക്തം, ധമനി. അശുദ്ധരക്തമാണ് ആര്? സിരകൾ അല്ലേ. അശുദ്ധരക്തമാണ് സിരകൾ വഹിക്കുക. അശുദ്ധരക്തമാണ് സിരകൾ വഹിക്കുക. ലോമിക എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നേർത്തൽ അല്ലേ. ധമനികളുടെയും സിരകളുടെയും ഒക്കെ നേർത്ത രക്തക്കുഴലാണ് എന്ത്? ഈ ലോമികകൾ എന്ന് പറയുക. അവിടെ വെച്ചാണ് ആഗിരണം ചെയ്യപ്പെടുക. അബ്സോർപ്ഷൻ, അവിടെ എക്സ്ചേഞ്ച് ഓഫ് നടക്കുന്നൊക്കെ
വാതക വിനിമയം നടക്കുന്നത്, അല്ലെ, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പോഷണമായാലും മറ്റു ഓക്സിജനായാലും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ലോമികൾ വഴി മാത്രമേ ആയിരിക്കത്തുള്ളൂ. ഓക്കെ. അടുത്തത് ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ആരാണ്? ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ആരാണ്? ആൻസർ നമുക്ക് എന്തറിയാം, ബേസോഫിലാണെന്ന് പഠിച്ചു, അല്ലേ? ബേസോഫിലാണ്. അതായത് ബേസോഫിലാണ് അടിയന്തര ഘട്ടങ്ങളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നത്, ഹെപ്പാരിനെ നിർമ്മിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ മറ്റൊന്നുണ്ട്, എന്ത്, ഹിസ്റ്റമിൻസ് ഉണ്ട്, നിർമ്മിക്കുന്നത് ബേസോഫിൽ തന്നെയാണ്. ഹിസ്റ്റമിൻ നിർമ്മിക്കുന്ന ആരാണ്? ബേസോഫിലുകൾ തന്നെ ആണ്. ഹിസ്റ്റമിൻസ് നിർമ്മിക്കുന്നത് ബേസോഫിലാണ്. ഈ ബേസോഫിൽ എവിടെ നിന്നാണ് വരിക? ബേസോഫിൽ ശ്വേതരക്താണു അല്ലേ? അല്ലേ? അതിലൊരു തരമാണെന്ത്, ബേസോഫിൽ എന്ന് പറയാം. ബേസോഫിൽ അതാണ്, ബേസോഫിൽ അതാണ്. അപ്പോൾ ഹെപ്പാരിൻ എന്ന വസ്തു രക്തം കട്ടപിടിക്കുന്ന തടയുന്ന ഹെപ്പാരിനെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. ഈ മോണോസൈറ്റും ലിംഫോസൈറ്റും ആരൊക്കെയാണ്? മോണോസൈറ്റും ലിംഫോസൈറ്റും ഒക്കെ എന്താണ്, അല്ലേ? മോണോസൈറ്റ് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കണം? മോണോസൈറ്റ് പറയുമ്പോൾ അത് ആ വാക്ക് നോക്കുക, ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് വഴിയാണ് അവരെന്ത് ചെയ്യുക? രോഗാണുക്കൾ നശിപ്പിക്കുക. ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഹെപ്പാരിൻ രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു അതാണ്, ബേസോഫിൽസ് ആണ്, അല്ലേ? ബേസോഫിലാണ് അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് എന്ത്, ഹെപ്പാരിൻ എന്ന രാസവസ്തു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് ആര്? ഹെപ്പാരിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് ആര്? ഹെപ്പാരിൻ. അതിനെ ഉണ്ടാക്കുന്നുണ്ട് ആര്? ബേസോഫിൽസ്. ഓക്കെ. അപ്പോൾ ഈ മോണോസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കാര്യം മോണോസൈറ്റിന്? അതായത് അവർ ഫാഗോസൈറ്റോസിസ്, ആ വാക്ക് ഓർത്തിരിക്കുക, ഫാഗോസൈറ്റോസിസ് വഴിയാണ് രോഗാണുക്കളെ നശിപ്പിക്കുക. ഓക്കെ. ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മഹാധമനി തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് വൺ, രക്തത്തിൽ ആൻറ്റിജൻ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻറ്റിജൻ ആൻറ്റിബോഡി, അല്ലേ? ആൻറ്റിജൻ കാണപ്പെടുന്നത് എവിടെയാണ്? അണുരക്താണുക്കളുടെ പ്രതലത്തിലാണ് ആൻറ്റിജൻ കാണപ്പെടുക, അല്ലേ? നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പഠിക്കും പറയുന്നുണ്ട്, ആൻറ്റിജനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ പേര് കൊടുക്കുക എന്ന് പറയും, അല്ലേ? ഈ ആൻറ്റിജൻ എവിടെയാണ് കാണുക? RBC, അല്ലേ? അണുരക്താണുക്കൾ RBCയുടെ പ്രതലത്തിലാണ് ഈ ആൻറ്റിജനുകൾ കാണപ്പെടുക. ശരീരത്തിനകത്തേക്ക് കയറുന്നവ എന്ന് പറയാം ആൻറ്റിജൻ എന്ന് പറയാം, രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നവയ്ക്ക് എന്ത് പറയാം? ആൻറ്റിബോഡി എന്ന് പറയാം, അല്ലേ? അപ്പോൾ ആൻറ്റിജൻ എവിടെയാണ് കാണുക? അണുരക്താണുക്കളുടെ പ്രതലത്തിലാണ് ആൻറ്റിജനുകൾ കാണപ്പെടുക. അപ്പോൾ ആൻറ്റിബോഡി കാണുന്ന എവിടെയാണ്? പ്ലാസ്മയിലാണ് ആൻറ്റിബോഡികൾ കാണപ്പെടുക. അല്ലേ? ഒരു ആൻറ്റിജനും ഇല്ലാത്ത രക്തം ഏതാണ്? ആൻസർ ഏതായിരുന്നു? ആൻസർ O, അല്ലേ? O ഗ്രൂപ്പാണ്. O ബ്ലഡ് ഗ്രൂപ്പാണ് ഒരു ആൻറ്റിജനും ഇല്ലാത്ത രക്തഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലേ? നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പഠിക്കുമ്പോൾ A ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലേ? A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആൻറ്റിജൻ, ഇത് ആൻറ്റിജൻ ആണെങ്കിൽ ഇത് ആൻറ്റിബോഡി, ആൻറ്റിജൻ A ഉണ്ട്, അല്ലേ? അവിടെ ആൻറ്റിബോഡി അവിടെ B ആണ് വരിക, ആൻറ്റിബോഡി കേട്ടോ ഇത്. അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പിൽ A ആൻറ്റിജനും ആൻറ്റിബോഡി Bയും ആണ്. B ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് തന്നെ വരും, B ആൻറ്റിജനും ആൻറ്റിബോഡി Aയും ആയിരിക്കും. എന്നാൽ AB ബ്ലഡ് ഗ്രൂപ്പിൽ, അല്ലേ, രണ്ട് പേര് ABയും പറയുന്നു നമ്മൾ. അപ്പോൾ ആൻറ്റിജൻ ഏതൊക്കെ വരാം? Aയും ഉണ്ട് Bയും ഉണ്ട്, അല്ലേ? അപ്പോൾ ആൻറ്റിബോഡി രണ്ടുപേർക്കും ഇല്ല കേട്ടോ, ആൻറ്റിബോഡി രണ്ടും ഇല്ല കേട്ടോ. എന്നാൽ ഇവിടെ O ബ്ലഡ് ഗ്രൂപ്പിൽ, അല്ലേ, അവിടെ ആൻറ്റിജനൊന്നും ഇല്ല, പക്ഷേങ്കിൽ ആൻറ്റിബോഡി അവിടെ Aയും Bയും ഉണ്ട്, ഓക്കെ അല്ലേ? മണ്ണിരയുടെ ശ്വസനാവയം ഏതൊക്കെയായിരുന്നു? ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയം, അല്ലേ? ഈ ബുക്ക് ലങ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എട്ടുകാലി, അല്ലേ? ചിലന്തിയുടെയാണ് ബുക്ക് ലങ്സ്, എട്ടുകാലിയുടെയാണ് ശ്വസനാവയവമാണ് ബുക്ക് ലങ്സ് എന്ന് പറയുക. എട്ടുകാലിയുടെയാണ് ബുക്ക് ലങ്സ് എന്ന് പറയുക. മണ്ണിരയും തവളയും ഒക്കെ, തവളയുടെ ഇതാണ് തവള, അതുപോലെ എന്താ പറയുക, മണ്ണിര, അല്ലേ, കുളയട്ട ഒക്കെ ത്വക്കാണ് കാണപ്പെടുക, അവിടെ കാണപ്പെടുക. മത്സ്യങ്ങളുടെ നമുക്കറിയാം ആർച്ച് ഗിൽസ്, അല്ലേ? ആർച്ച് ഗിൽസ് അല്ലേ എന്താ പറയുക, അവിടെ ഗിൽസ് എന്നാണ് പറയുക, മത്സ്യങ്ങളുടേത് ഗിൽസ് എന്ന് പറയാം. ട്രക്യ നമ്മുടെയൊക്കെ ശ്വസനാവയം എന്ന് പറയാം കേട്ടോ, ട്രക്യ എന്ന് പറയുന്നതായിരിക്കണം, ട്രക്യ നമ്മുടെയൊക്കെ ശ്വസനാവയം. ഓക്കെ.
ബുക്കിലങ്സ് അപ്പോൾ എട്ടുകാലി ചിലന്തിയുടെയാണ്. ആഹാരം കടക്കാതെ സംരക്ഷിക്കുന്നത് ആരാണ്? ശ്വാസപഥത്തിലേക്ക് ആഹാരം കടക്കാതെ സംരക്ഷിക്കുന്നത് എന്താണിത്? ക്ലോമപിധാനം അല്ലേ? നമ്മുടെ അന്നനാളം തുറക്കുന്നതും നമ്മുടെ മുക്കിലൂടെ അല്ലേ ഇതുപോലെ ഗ്രസനിയൊക്കെ തുറക്കുന്ന എങ്ങോട്ട്? ക്ലോമപിധാനത്തിലൊക്കെ തുറക്കുക. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒറ്റ അടപ്പേ ഉള്ളൂ. ക്ലോമപിധാനം എന്നാണ് ആ അടപ്പെന്ന് പറയും. ഓക്കെ. അടുത്തത് നിറമില്ലാത്ത ദ്രാവക സംയോജകല അല്ലേ? ദ്രാവക സംയോജകലകളിൽ പെട്ടതാണ് ആര്? നിറമുള്ളവരാണ് ആര്? രക്തം എന്ന് പറയുന്നത്. നിറമില്ലാത്തത് ലിംഫാണ്. നിറമില്ലാത്ത ദ്രാവക സംയോജകല ലിംഫ് എന്നാണ് പറയുക. ലിംഫ് എന്നാണ് പറയുക. നിറമില്ലാത്ത ദ്രാവക സംയോജകലയാണ് ലിംഫ് എന്നാണ് ഇതിനെ പറയുക കേട്ടോ. ലിംഫാണ്. ബ്ലഡ് പോകുന്നതനുസരിച്ച് ലിംഫ് ഇങ്ങനെ ലിംഫ് വെസൽസും ഒഴുകിക്കൊണ്ടേയിരിക്കും. ലിംഫ് വെസൽസും ഒഴുകിക്കൊണ്ടേയിരിക്കും. ബ്ലഡ് പോകുന്നതനുസരിച്ച് ലിംഫ് വെസൽസും ഒഴുകിക്കൊണ്ടേയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ടെറ്റനസ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? ടെറ്റനസ് ഉണ്ടാക്കുന്ന രോഗകാരി ഇല്ല, അസുഖമാണത്. രോഗകാരി ഉണ്ടാക്കുന്ന അസുഖം അത് ആരൊക്കെ ഉണ്ടാക്കണ? ക്ലോസ്ട്രീഡിയം ടെറ്റനി. പഠിച്ചല്ലേ? ക്ലോസ്ട്രീഡിയം ടെറ്റനി. ബാക്കിയുള്ളതൊന്ന് നോക്കാം. ക്ലോസ്ട്രീഡിയം ടെറ്റനി. വിബ്രിയോ കൊളറ ഉണ്ടാക്കുന്ന അസുഖം അപ്പോൾ ഏതാണ്? വിബ്രിയോ കൊളറ അല്ലേ? വിബ്രിയോ കൊളറ നിങ്ങൾക്ക് ആ സിലബസിൽ തന്നെ ഉള്ളൊരു നമ്മുടെ ചാപ്റ്ററാണ് വിബ്രിയോ കൊളറയൊക്കെ വരുന്ന സംഭവം. ഏത് രോഗകാരികളും എന്നൊക്കെ ഒരു എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ? അപ്പോൾ വിബ്രിയോ കൊളറ ഉണ്ടാക്കുന്ന ആരാണ്? വിബ്രിയോ കൊളറ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? എപ്പോഴും അസുഖം ഏതാണ്? കോളറ. ഓക്കെ. ഇനി സാൽമണല്ല ടൈഫി ആട്ടോ. ടൈഫി എൻ്റെ പോയതാ. സാൽമണല്ല ടൈഫി ആ അസുഖം ഉണ്ടാക്കുന്ന ആരാണ്? ടൈഫി എന്ന് കേൾക്കുമ്പോൾ ഓർത്താമോ? ടൈഫോയിഡ്. ടൈഫോയിഡാണ്. ടൈഫോയിഡ്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. കൊറൈൻ ആട്ടോ. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആ അസുഖം ഉണ്ടാക്കുന്നവരാണ്. അവിടെ പേര് തന്നെ ഉണ്ട് ഡിഫ്തീരിയ അസുഖം. ഡിഫ്തീരിയ എന്ന അസുഖം. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന അസുഖം. ഓക്കെ. ഡിഫ്തീരിയ എന്ന അസുഖം അങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇവിടെ. കുഷ്ഠമുണ്ടാക്കുന്നവരാണ് മൈക്കോബാക്ടീരിയം ലെപ്രയാണ് അല്ലേ? പിന്നെ ക്ഷയം ഉണ്ടാക്കുന്നവരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. TB ക്ഷയം. കുഷ്ഠം ലെപ്രസി ഷോർട്ട് ഫോം വേണം ഓർത്തിരിക്കാൻ പറ്റും. അടുത്തത് ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ഇരുമ്പിൻ്റെ ആൻസർ അറിയാമല്ലോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ ബി ജീവകം സി ആണ്. ജീവകം സി ആണ് ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ജീവകം സി ആണ് ഇരുമ്പിൻ്റെ ആഗിരണത്തെ അല്ലേ? അതായത് ജിയുടെ അഭാവത്തുള്ള അസുഖം നമുക്കറിയാം, സ്കർവിയാന്നറിയാം. അതുപോലെ മറ്റൊരാളുണ്ട്, കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നൊരു ജീവകമുണ്ട്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ചോദ്യമാണ്, കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമുണ്ട്. ആരാണത്? കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കണം. അവരാരാണ്? ജീവകം ഡി ആണ്. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ജീവകം സി കഴിക്കണം. കാൽസ്യം വേണേൽ ആരെ കഴിക്കണം? ജീവകം ഡിയെ കഴിക്കണം. കിട്ടിയില്ലേ? 2 പോയിന്റ് കിട്ടിയില്ലേ? 2 പോയിന്റ് കിട്ടിയില്ലേ? 2 പോയിന്റ് കിട്ടിയില്ലേ? രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കുന്ന ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കുന്ന ജീവകം കെ ആണ്. ഓക്കെ. ജീവകം കെ അറിയാവുന്നല്ലോ, ജീവകം കെ. അപ്പോൾ ഇനി ഇവിടെ ജീവകം ഇ എന്താണ്? ഇയുടെ പ്രത്യേകത വന്ധ്യത ഇല്ലേ? എൻ്റെ അഭാവത്തിൽ വന്ധ്യത ഉണ്ടാവാം. അഭാവത്തിൽ വന്ധ്യത ഉണ്ടാവാം കേട്ടോ. അഭാവത്തിൽ വന്ധ്യത ഉണ്ടാകാം. അതുപോലെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം, ഈ ജീവകം ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഇ ആണ്. ഓക്കെ. കൊതുകുജന്യ രോഗമല്ലാത്തത് ആരായിരുന്നു? ടൈഫോയിഡ്. ഓക്കെ. ടൈഫോയിഡാണ്. ഡൗട്ട് വീണ്ടും ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ്? ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ എന്ന ഹോർമോണാണ്. അറിയാമല്ലോ അല്ലേ? വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺസാണ്. ഇനി ഇവിടെ തൈറോക്സിൻ എന്ന് പറയുമ്പോൾ ആരാണ്? തൈറോക്സിൻ തൈറോയ്ഡ് ഗ്ലാൻഡ്, തൈറോയ്ഡ്
ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അതാണ് തൈറോക്സിൻ അല്ലേ. ഈ കാൽസിറ്റോണിനും അവർ തന്നെയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺസാണ് കാൽസിറ്റോണിനും തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ഓക്സിറ്റോസിനും വാസോപ്രസിനും ഒറ്റൊരാൾ സ്രവിപ്പിക്കുന്ന ആരാണത്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസിൽ നിന്നുണ്ടാകുന്നവയാണെന്ത്? ഓക്സിറ്റോസിനും വാസോപ്രസിനും പറഞ്ഞ ഹോർമോൺ. ഈ വാസോപ്രസിൻ്റെ പ്രത്യേകതയാണെന്ത്? ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണിത്. അപ്പോൾ ഓക്സിറ്റോസിൻ ആരാണ്? ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്നു. ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്നു അല്ലേ. ഡെലിവറി സമയത്തോ പീരിയഡ്സ് സമയത്തോ ഒക്കെ ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോണാണെന്ത്? ഓക്സിറ്റോസിൻ അല്ലേ. ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺസ് ആണെന്ത്? ഓക്സിറ്റോസിൻ. ഡെലിവറി സമയത്താവാതെ പീരിയഡ്സ് ടൈമിലും ഒക്കെ മെൻസ്ട്രേഷൻ സമയത്തും ഒക്കെ ഓക്സിറ്റോസിൻ്റെ ഗുണം നമുക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒന്നും കൂടി. മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഏതാണ്? അല്ലേ, ഹീമോഫീലിയ നമുക്കറിയാം. ഹീമോഫീലിയ ആണ് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അസുഖമാണ് ഹീമോഫീലിയ. അതൊരു ജനിതക രോഗമാണ് അല്ലേ. ഒരു തലമുറകളായിട്ട് വരുന്ന അല്ല, തലമുറകളിലൂടെ പാരമ്പര്യമായി ജീനുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നു. ജീനുകൾ വഴി, പുതിയ വാക്ക് പഠിച്ചു, ജീൻസ്. ജീനുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നു. ജീനുകൾ വഴി കൈമാറ്റം ചെയ്യും. DNA എന്ന് ഓർക്കാം അല്ല, DNA അതാണ് ജീൻസ് ഉള്ളത്. അപ്പോൾ അതുവഴി കൈമാറ്റം ചെയ്യപ്പെടുന്നവരാണെന്ത്? ഹീമോഫീലിയ എന്ന അസുഖം വരിക അല്ല. ഹീം ബ്ലഡാണ്, ബ്ലഡാണ്. അപ്പോൾ ബ്ലഡ് കട്ട പിടിക്കാത്ത അവസ്ഥയാണെന്ന് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ. അതായത് പാരമ്പര്യ അസുഖം എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും അടുത്ത റിലേഷൻ തമ്മിൽ, അടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ അസുഖമായി ശരിക്കും എന്താണ്? ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കുമ്പോഴത്തേക്കിന് അല്ലേ, കുട്ടികളുണ്ടാകുമ്പോൾ ജീൻസ് തമ്മിലും അവിടെ ചേരുന്നുണ്ട് അല്ലേ. ജീൻസിൻ്റെ യൂണിയൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ജീൻ, ഏതെങ്കിലും ഒരു അസുഖമുള്ളൊരു ജീൻ ഒരാൾ അടുത്ത രണ്ട് ബന്ധുക്കളുണ്ടെങ്കിൽ അല്ലേ, അടുത്ത കല്യാണം കഴിച്ച് പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ എന്ന് സംഭവിക്കാം, അവരിൽ ആ ജീൻ പ്രകടമാക്കപ്പെടുന്നു. ഗുപ്ത ഗുണങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്ന ഗുണങ്ങളുണ്ട്. അത് പുതിയ തലമുറയാകുമ്പോഴത്തേക്കിന് പ്രകടമാക്കപ്പെടുന്നു. അതാണെന്ത്? അങ്ങനെ ഇത് അസുഖം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം. അത് നമ്മളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഈ ഹീമോഫീലിയയുടെ ജീനുകൾ ഉണ്ടാവാം അല്ലേ. അപ്പോൾ നമുക്കെന്താണ് ഇതുപോലുള്ള ജീനുകൾ ഗുപ്ത ഗുണമെന്ന് പറയും അല്ലേ. എപ്പോഴും ഗുപ്ത ഗുണമായിരിക്കും ഈ ജീനുകൾ കടക്കപ്പെടുക. അത് ഇപ്പോൾ 2 ജീനുകൾ ഇതുപോലെ, ഒരു ജീനെന്ന് പറയുമ്പോൾ നീളത്തിൻ്റെ എന്ന് വെച്ചോളൂ, നമ്മൾ ക്യാപിറ്റൽ T ആണ് കൊടുക്കുക. രണ്ടും വന്ന എന്താണ്? നീളമുള്ളവരെയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നീളം കുറഞ്ഞതിനെ നമ്മൾ സ്മോൾ ടി പഠിച്ചിട്ടില്ലേ നിങ്ങൾ? സ്മോൾ ടി എന്ന് കാണിക്കുക, അത് നീളം കുറഞ്ഞവരല്ലേ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ T എന്നാൽ സ്മോൾ ടിയും വന്നാൽ എന്താ? നീളം തന്നെ ആയിരിക്കും അല്ലേ. ഈ സ്മോൾ ടി വരുമ്പോൾ തന്നെ എന്താ പറയുക? നീളം കുറഞ്ഞവരേ വരുന്നത്. അപ്പം ഇതുപോലെ വീണ്ടും വേറെ എവിടെയെങ്കിലും വെച്ച് തന്നെ ഈ സ്മോൾ ടി തന്നെ വീണ്ടും സ്മോൾ ടിയും കൂടെ ചേരുകയാണെങ്കിൽ അല്ലേ, ആണെങ്കിൽ എന്താ? ഇതും വീണ്ടും എന്താകും? സ്മോൾ ടി തന്നെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഈ സ്മോൾ ടിയും ഇവരും കൂടെ ചേർന്നാൽ പോലും എന്താവുന്നില്ല, റെയർ കേസിലെ ഒരിക്കലും ഇത് വരുന്നില്ല അല്ലേ. ഈ സ്മോൾ ടി വരത്തുള്ളൂ. അപ്പോഴും നീളമുള്ളവർ വരിക എന്ന് പറഞ്ഞാൽ അസുഖം മനസ്സിലാക്കണം. അങ്ങനെ അതാണ് ഗുപ്തഗുണം. ഈ ചെറുത് ഗുപ്തഗുണം എന്ന് പറയുമ്പോൾ അതെപ്പോഴും മറിഞ്ഞിരിക്കത്തേ ഉള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് പ്രകടമാകത്തില്ല. ഈ ക്ലോസ്ലി റിലേഷൻ, അതായത് അടുത്തടുത്ത ബന്ധുക്കൾ തമ്മിൽ റിലേഷൻ ചെയ്യുമ്പോഴാണ് അല്ലേ ഇത് ഗുപ്തഗുണങ്ങൾ പ്രകടമാക്കപ്പെടുക. അങ്ങനെയാണ് ഹീമോഫിലി രോഗവും വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് വീണ്ടും അല്ലെങ്കിൽ ബയോളജി എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.